ഹലോ ഗെയ്സ്, ആശിഷ് ടോക്കിലേക്ക് സ്വാഗതം. ഈ കാലഘട്ടത്തിൽ നമുക്ക് ടേം ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന ഏജൻറ്റുമാരെയും കമ്പനികളെയും നമുക്ക് പരസ്യങ്ങളൊക്കെ കാണുവാനായിട്ട് സാധിക്കും. ഇതിൻ്റെ പിന്നിലെ ലക്ഷ്യം എന്താണ്? നമ്മളൊരു ടേം ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പോളിസി അടച്ചു തന്നു കഴിഞ്ഞാൽ ആ അടച്ച പൈസ നമുക്ക് കിട്ടാൻ സാധ്യതയില്ല. ഒന്നാമത്. രണ്ട്, ഈ അടയ്ക്കുന്ന ടേം ഇൻഷുറൻസ് എന്തിനു വേണ്ടിയാണ്? ഞാൻ നാളെ മരിച്ചാൽ, ഞാൻ നാളെ ഇല്ലെങ്കിൽ എൻ്റെ കുടുംബം എങ്ങനെ കഴിയും എന്നുള്ള ആവലാതിയിൽ എടുക്കുന്ന ഇൻഷുറൻസാണ് ഈ ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടേം ഇൻഷുറൻസ് എടുക്കുന്നതിൻ്റെ പിന്നിലെ ലക്ഷ്യം ഞാൻ മരിക്കുക എന്നുള്ളതല്ലേ? പണ്ടത്തെ കാലഘട്ടത്തിൽ മരണം ഉണ്ടായിരുന്നില്ലേ? കുടുംബങ്ങൾ ജീവിച്ചിരുന്നില്ലേ? അപ്പോൾ ഈ ടേം ഇൻഷുറൻസ് എടുക്കുന്നതിൻ്റെ പിന്നിലെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞാൻ മരിക്കാൻ വേണ്ടി കാത്തിരിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ മെയിനായിട്ടുള്ള ലക്ഷ്യം അതാണല്ലോ. ഇതിപ്പം അടച്ചിട്ട് അതെല്ലാം പോളിസിയെല്ലാം അടച്ചു തന്നു കഴിഞ്ഞാൽ ഒരു വലിയൊരു എമൗണ്ട് നമ്മുടെ കയ്യിൽ തിരിച്ചു വരുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ചിന്തയോടെ എടുക്കുന്നത് ഒരിക്കലും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ചിന്താഗതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ കയ്യിൽ പൈസ ഇല്ലായിരിക്കാം, നമ്മുടെ കയ്യിൽ നമുക്ക് വലിയ ജോലി ഇല്ലായിരിക്കാം. കുടുംബത്തിൻ്റെ ഭദ്രത ഉറപ്പുവരുത്താൻ വേണ്ടി നാം അങ്ങനെ ചിന്തിക്കുന്നത് നല്ലതാണെന്ന് നാം ഒരു ചിന്തിക്കാതിരിക്കാം, കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടി. പക്ഷേ വേറൊരു സൈഡിൽ കൂടെ ചിന്തിച്ചാൽ അത് എത്രത്തോളം ശരിയാണ്, നല്ലതാണ്. ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ മരണശേഷം അല്ലെങ്കിൽ ഒരു അപകടം സംഭവിച്ചതിന് ശേഷം ലഭിക്കുന്ന കോമ്പൻസേഷൻ അല്ലേ? അതിനുവേണ്ടി നമ്മളത് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അതൊരു ശുഭാപ്തി വിശ്വാസമല്ലല്ലോ. മനുഷ്യനായ മരിക്കും, മനുഷ്യനായ അപകടങ്ങളുണ്ടാകും, പലവിധമാകുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ സംഭവിച്ചേക്കാം. പക്ഷെ അത് പ്രതീക്ഷിക്കുന്നത് അത്ര പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ. അങ്ങനെ സംഭവിച്ചേക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ സംഭവിക്കില്ല എന്ന് വിശ്വസിക്കുന്നതല്ലേ ശരിയായ വിശ്വാസം, ശുഭാപ്തി വിശ്വാസം എന്ന് പറയുന്നത്. എനിക്കങ്ങനെയൊന്നും സംഭവിക്കില്ല, എൻ്റെ വീട്ടിലങ്ങനൊന്നും മരണം